തലൈവർകളെ വണക്കോ. ഇന്നങ്ങനെ ഒരു ഫുൾ ഡേ പരിപാടി പ്ലാൻ ചെയ്ത് രാവിലെ ഓച്ചറ അമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഇന്നൊരു 4 വീഡിയോ എടുക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി ഗ്രീൻ വീഡിയോ സ്റ്റുഡിയോസായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുവേണ്ടി അൻവരൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട്. അതുപോലെ അവസരമുണ്ടോ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്ത ചേച്ചിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ വീഡിയോ ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരെയും നമ്മൾ കൂടെ കൂട്ടുവാണ്. വന്നപ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടർ ജയകുമാറേട്ടൻ ഷൂട്ടിന് വേണ്ട പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അൻവരൊക്കെ ആയിട്ട് ഇതെങ്ങനെ എടുക്കണം, എന്തൊക്കെ എടുക്കണം എന്നുള്ള കൂലങ്കഷ്ടമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഒരു പരീക്ഷണം കൂടെയാണ്. നല്ല തിരക്കുള്ള ഒരു സ്ഥലത്ത് ആളുകളുടെ ഇടയിൽ വെച്ച് അവർ പോലും അറിയാതെ ഒരു വീഡിയോ എടുക്കുക, അതിൽ നമുക്ക് എങ്ങനെ അഭിനയിക്കാൻ പറ്റും, എങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പരീക്ഷണം. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ഷൂട്ട് തീർന്നത് 11:30 ആയപ്പോഴാണ്. അപ്പോഴേ മനസ്സിലായി ഇന്ന് 4 വീഡിയോ ഒന്നും എടുക്കൽ നടക്കത്തില്ല, എങ്ങനെയും ഒരു 2 വീഡിയോ എങ്കിലും എടുക്കണമെന്ന്. രാവിലത്തെ വീഡിയോ കഴിഞ്ഞ് നേരെ പോയി മുടിയൊക്കെ വെട്ടി റെഡി ആയിട്ട് ഞങ്ങളൊരു 1 മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി. അടുത്ത ഷൂട്ട് എടത്തുവായില്ല. ഈ പച്ചപ്പും ഹരിതാപയും പാടവും വരമ്പും ഒക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അത് എവിടെ ഉണ്ടോ അത് തേടി കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ പരിപാടി. ഈ എടത്തുവായിൽ പാടവും വരമ്പും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ജസ്റ്റിൻ മാമനെ വിളിച്ചു. ജസ്റ്റിൻ മാമൻ അവിടെ ആണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റിൻ മാമൻ പറഞ്ഞു, നേരെ നിങ്ങൾ ചമ്പക്കുളത്തിയല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് ചമ്പക്കുളത്തി വന്നു. ചമ്പക്കുളത്തി വന്നപ്പോഴോ പാടവും വരമ്പും ഒക്കെ കരിഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും എടത്തുവായിൽ വന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ പിന്നെയും പോയി. എന്തായാലും അവിടം വരെ പോയതല്ലേ എന്നോർത്ത് അവിടെ ഒരു ഷാപ്പിൽ കയറി ചെറുതായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ ഞങ്ങൾ എടത്തുവായിക്ക് വന്നത്. അങ്ങനെ എടത്തുവായിൽ വന്ന് ഞങ്ങൾ ഈ പാടത്ത് ഷൂട്ട് ചെയ്ത പാട്ടാണ് വട്ടയിലെ പന്തൽ. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും പൈസ കിട്ടി തുടങ്ങിയില്ലേ മക്കളെ? അങ്ങനെ കിട്ടി തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വെറും പരാജയമാണല്ലോ മക്കളെ എന്ന് ഈ ഇടയ്ക്ക് ഒരു അമ്മച്ചി പറയുകയുണ്ടായി. അങ്ങനെ ഒരു പരാജയമാണ് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മാത്രവുമല്ല, ഇതിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്, സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടാനും പ്രയത്നിക്കാനും ഒക്കെ തയ്യാറാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അങ്ങനെ 4 വീഡിയോ പ്ലാൻ ചെയ്തിട്ട് 2 വീഡിയോ എടുത്ത് തീർന്നപ്പോഴേ രാത്രിയായി. ഇന്നിനിപ്പോൾ ഷൂട്ട് നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് 2 ആഴ്ച മടിയും പിടിച്ചിരുന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ എടുക്കാൻ പോകുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും.